ഹരിയാന രജിസ്ട്രേഷനുള്ള i20 കാറാണ് ഇന്നലെ ചെങ്കോട്ടയ്ക്കടുത്ത് പൊട്ടിത്തെറിച്ചത്. 2014 മാർച്ചിൽ ഗുരുഗ്രാം സ്വദേശി വാങ്ങിയ കാർ പലവട്ടം കൈമാറിയാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കയ്യിലെത്തിയത്. ഡൽഹിയിലെത്തിയതിന് പിന്നാലെ കാർ 3 മണിക്കൂർ സമയമാണ് ചെങ്കോട്ടയ്ക്കടുത്ത് പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിട്ടിരുന്നത്. HR 26E 7674 ഹരിയാന രജിസ്ട്രേഷനിലുള്ളതാണ് ഈ i20 കാർ. ഗുരുഗ്രാമിലെ മുഹമ്മദ് സൽമാൻ എന്നയാളാണ് 2014 മാർച്ചിൽ ഈ കാർ വാങ്ങിയത്. പിന്നീട് ഡൽഹി ഓഖ്ല സ്വദേശി ദേവേന്ദ്രയ്ക്ക് വാഹനം കൈമാറി. കാർ പിന്നീട് ആമിർ, സോനു തുടങ്ങിയവർ വഴി ഹരിയാന സ്വദേശി നദീമിന്റെ കൈവശമെത്തി. ഫരീദാബാദിലെ റോയൽ കാർ സോൺ എന്ന യൂസ്ഡ് കാർ ഷോറൂമിൽ നദീം കാർ വിറ്റു. ഈ കൈമാറ്റങ്ങളിൽ ദുരൂഹതയില്ലെന്നാണ് നിഗമനം. എന്നാൽ യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് പുൽവാമ സ്വദേശി താരിഖ് കാർ വാങ്ങിയതിലാണ് ദുരൂഹത. ഡോക്ടർ ഉമർ മുഹമ്മദ് താരിഖിൽ നിന്ന് ഈ കാർ എടുത്താണ് ഫരീദാബാദിൽ നിന്ന് ഉച്ചയോടെ ഡൽഹിയിലേക്ക് തിരിച്ചത്. കൂട്ടാളികളെന്ന് സംശയിക്കപ്പെടുന്ന ഡോക്ടർ മുസമ്മിലും ഡോക്ടർ അദീലും പിടിയിലായതിന് പിന്നാലെയാണ് സ്ഫോടക വസ്തുക്കളുമായി ഇന്നലെ ഉച്ചയോടെ ഉമർ മുഹമ്മദിന്റെ തിരക്കിട്ട ഡൽഹി യാത്ര. 3:19 ചെങ്കോട്ടയ്ക്ക് സമീപം കാർ പാർക്ക് ചെയ്ത ഉമർ 3 മണിക്കൂറിന് ശേഷമാണ് കാറുമായി നീങ്ങിയത്. ഇന്നലെ തിങ്കളാഴ്ചയായതിനാൽ ചെങ്കോട്ടയിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് തിരക്കേറിയ ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് ലക്ഷ്യമാക്കി ഉമർ കാറുമായി നീങ്ങിയെന്നാണ് സൂചന. സുഭാഷ് മാർഗിലൂടെ ഒച്ചിഴയും വേഗത്തിൽ നീങ്ങിയ കാർ സിഗ്നലിൽ 6:52 പൊട്ടിത്തെറിക്കുകയായിരുന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.